ഹലോ മൈ ഹാർട്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. നമ്മൾ കുമരകം ആണ് പോകുന്നത്. അവിടെ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എൻ്റെ കൂടെ അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, മമ്മിയുണ്ട്, പപ്പയുണ്ട്, അച്ഛനും ഉണ്ട്. അച്ഛൻ ഡ്രൈവ് ചെയ്യുകയാണ് ഗൈസ്. വന്നിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ചൂട് കാറ്റാണ് ഇവിടെ. ഞാൻ സ്ലിപ്പർ ഒന്ന് എടുത്തിട്ടെ ഗൈസ്. ഒടുക്കത്ത ചൂട് കാറ്റ് ഗൈസ്. ഇപ്പൊ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു ഗൈസ്. വീട്ടിൽ നിന്ന് നല്ല ഫുഡായിരുന്നു. ഇനി കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ നമ്മൾ റിസോർട്ടിലെത്തും ഗൈസ്. നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ ഒരു പപ്പായ ട്രീ കണ്ടു. നിറയെ കാച്ചു നിൽക്കുകയാണ് ഗൈസ്. എത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ അപ്പുറത്ത് പോയി കിടക്കും. ഇവിടുത്തെ ആള് കുറെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പൂൾ എവിടെയാണെന്ന് ഗൈസ്. അവിടെ പൂളെന്നും പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിരുന്നു. അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് പൂൾ ഇതാണ് ഗൈസ്, നമ്മുടെ പൂൾ. ഗൈസ് പൂൾ ടൈമിങ് രാവിലെ 7 മണി മുതൽ രാത്രി 7 പൂൾ ടൈമിങ്. മാങ്ങമരത്തിൻ്റെ ചോട്ടിൽ ഗൈസ് നമ്മുടെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വിമ്മിങ് സൂട്ട് എല്ലാം ഇട്ട് ഇവിടുത്തെ ഈ റിസോർട്ടുകാരുടെ തന്നെ ബോട്ടിൽ ഇവിടെ ഒരു ചെറിയ ഇതിൽ തുഴയാൻ വേണ്ടി പോവുകയാണ്. ഫിഷിങ്ങും ഒക്കെ ഉണ്ട്. ഫിഷിംഗ് ഒക്കെ മീൻ പിടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്കിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിങ്ങിൽ ചടും. ഫിഷിങ്ങിന് വേണ്ടി ഇവിടെ ഏതാ ചൂണ്ടയൊക്കെ അവർ തന്നിട്ടുണ്ട്. ഗായ്സ് നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ പോവാണ്. ചൂണ്ടയിൽ ഒരു മീനിനെ
അമ്മയെ പോലും കിട്ടുന്നില്ല. അമ്മ അവിടെ നിന്ന് ചെയ്തോണ്ടിരിക്കുന്നു. വേറൊന്നുമല്ല, തിന്നത് കഴിക്കുന്നില്ല, ചെറിയ മീന. അതാ കുഞ്ഞമ്മ ഇവിടെ ചാടി ഗൈസ്. ഇവിടെ കണ്ടോ സ്വിമ്മിങ് പൂളും ഈ കായൽ ഫോട്ടോ എടുക്കാൻ ഇടുമായിരിക്കും. விழியோரம் தானே மறைந்தாய், உயிரோடு முன்பே கலந்தாய். இதை என்னும் மலர் கொண்டு கடிதங்கள் வரைந்தாய், பதில் நான் ഗൈസ്. അമ്മ ജീവിതത്തിൽ ആദ്യമായി ഒരു മീനെ പിടിച്ചിരിക്കുന്നു ഗൈസ്. ഇതിന്റെ എല്ലാം ട്രിക്കെല്ലാം പറഞ്ഞു കൊടുത്തത് മമ്മിയാണ് ഗൈസ്. അടുത്ത മീനെ കിട്ടി. மறுவார்த்தை பேசாதே, மடி மீது நீ தூங்கிடு, இமை போல நான் காக்க கனவு. ഇത് കുറുവ ഇല്ലല്ലോ, ഇത് രണ്ടും കരിമീൻ. അവിടെ തായിട്ട് ഗൈസ്. നമ്മളിവിടെ വന്നപ്പോ വീണ്ടും അവർക്ക് കിട്ടിയിരിക്കുകയാണ് ചൂണ്ടയിൽ. ഇത് എന്ത് കഷ്ടമാണ് അമ്മ, ഇതെന്ത് കഷ്ടമാണ്. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു മീനെ പിടിച്ചതാ. ഓക്കെ ஒரு போதும் மறுவார்த்தை பேசாதே, மடி மீது நீ தூங்கிடு. അങ്ങനെ സ്വിമ്മിങ് പൂളിലൊക്കെ നമ്മൾ കുളിച്ചു, അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ചായ കുടിക്കുകയാണ്. ഫോണിന് ചാർജും ഇല്ല, അപ്പം ചാർജ് ചെയ്തിട്ട് എടുക്കാം. ബൈ ഗൈസ്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമുക്കിവിടെ മമ്മിയും പപ്പയും എന്ത് ചെയ്യുവാണ്. രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ന്യൂസ് കാണുകയാണ് ഗൈസ്. അടികൂടക്കമാണ് ഇവരിവിടെ കാണുന്നത്. ഫൈറ്റ് സീൻസ്. അധികാരമില്ല. സാധാരണഗതിയിൽ വണ്ടികൾ അപകടപ്പെട്ട് അടി കണ്ടോണ്ടിരിക്കുകയാണ്. സിനിമയിൽ മറ്റേ അടി ഫൈറ്റ് സീൻസ് കാണും പോലെ. നമ്മൾ സാധനങ്ങളായി പുറത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഗൈസ് ഈ ടേബിളിലും ചെയറിലുമാണ് നമ്മളെല്ലാവരും ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ബട്ടർ ചിക്കനുമാണ് കഴിക്കാനായിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് ഉണ്ട് ഗൈസ്, പിന്നെ ദോശയും ഉണ്ട്. ഞാൻ ഒരു പൊറോട്ട, ബട്ടർ ചിക്കൻ, കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. ബൈ. നമ്മുടെ മീനിനെ കഴിച്ചു തിന്ന പൂച്ച അവിടെ കൂടി ഗൈസ്. അപ്പോൾ നമ്മൾ മൂലത്തിൻ്റെയും മുത്രാടത്തിൻ്റെയും താക്കോൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ മൂലത്തിൻ്റെ താക്കോൽ തുറന്നു കൊടുക്കാം.
ഗൈസ് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗൈസ് നമ്മൾ രാവിലെ എഴുന്നേറ്റു. അങ്ങനെ ചായ ബ്രൂ ഒക്കെ കുടിച്ച് ഇപ്പം നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. നമ്മളങ്ങനെ പാതിര മണലിലെത്തിയിരിക്കുകയാണ്. പൂന്തോട്ടം திடுதிப்பன திப்பன எங்கெங்கும் ஏன் வந்தது உன்னை பார்ப்பது நிச்சயம் என்றான அன்றாடம் என்னை சில்லிட வைத்திடும் பூகம்பம் தான் தந்தது. നമ്മൾ ചെക്ക് ഔട്ട് ആവും. അപ്പം അതിന് മുമ്പേ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഒന്നും കൂടെ ഒന്ന് ചാടണം. അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.